യേശുവോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. അതെ, അത് ചെയ്തത് അവൾ തന്നെയാണ്. യേശു അവളെ നോക്കുകയാണ്. പുരുഷാരത്തിൻ്റെ ഇടയിൽ അവളെ തിരയുകയാണ്. അത് ചെയ്തത് അവൾ തന്നെയാണ്. യേശു ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം അവൾ തന്നെയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, 12 വർഷമായി രക്തസ്രവമുള്ളൊരു സ്ത്രീ, പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ, തനിക്കുള്ളത് മുഴുവനും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായ ഒരു സ്ത്രീ യേശു പട്ടണത്തിൽ വന്നിരിക്കുന്നു എന്ന വാർത്ത കേട്ടു. യേശുവിനെ ഇന്ന് പകൽ ആർക്കും തൊടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. യേശു ശക്തിയുടെ ഉറവിടമാണ്. വിശ്വാസത്തിൻ്റെ താക്കോലുകൊണ്ട് കലവറ തുറക്കാൻ ഇന്ന് പകൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതെ, ഇത് അവൾ തന്നെയാണ് ചെയ്തത്. അവൾ അവളുടെ ഹൃദയത്തിൽ പറഞ്ഞു, ഇന്നെൻ്റെ വിടുതലിൻ്റെ ദിവസമാണ്. ഇന്ന് പകൽ എത്ര പേർ അത് പറയും? നിങ്ങൾ കേൾക്കുന്നത് യേശുവിൻ്റെ ശബ്ദമാണ്. ഇന്നെൻ്റെ വിടുതലിൻ്റെ ദിവസമാണ് എന്ന് മാത്രമല്ല, അവൾ ഒരു തീരുമാനമെടുത്തു. ഇന്ന് ഞാൻ പുറത്തിറങ്ങും. ഞാൻ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ കടന്നു ചെന്ന് അവൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊടും. ഇന്ന് ദൈവം എന്നെ വിടുവിക്കും. പ്രിയപ്പെട്ടവരെ, അവൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോഴാണ് യേശു അതറിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾക്കത് കഴിയും. യേശു നിങ്ങളെ തൊട്ടില്ലെങ്കിലും നിങ്ങൾക്ക് യേശുവിനെ തൊടാൻ കഴിയും. വിശ്വാസത്താൽ നിങ്ങൾക്കത് കഴിയും. ഇന്ന് പകലത് കഴിയും. യേശുവോ അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കുകയാ. യേശു അതാരാണ് ചെയ്തതെന്ന് ആളുകളുടെ ഇടയിൽ പരതുകയാണ്. ആർക്കും യേശുവിനെ തൊടാം, എപ്പോൾ വേണമെങ്കിലും തൊടാം. അവൻ ശക്തിയുടെ ഉറവിടമാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. യേശു അവളെ അടുക്കൽ വിളിച്ച് അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നീ തന്നെയാണ് അത് ചെയ്തത്, അല്ല, നിന്റെ വിശ്വാസമാണ് അത് ചെയ്തത്. ആ കലവറ തുറന്നത് നിന്റെ വിശ്വാസമാണ്. ശക്തി അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും സൗഖ്യമാക്കാനുള്ള ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു. എന്നാൽ ആ ശക്തിയുടെ കലവറ തുറന്നത് വിശ്വാസത്തോടെ ആ പരവശയായ സ്ത്രീ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾക്കത് കഴിയും. ആവശ്യബോധത്തോടെ എനിക്കൊരു വിടുതൽ വേണമെന്നുള്ള പ്രാർത്ഥനയോടെ ആരൊക്കെ ഇന്ന് പകൽ വചനത്തെ സ്പർശിക്കുന്നുവോ, വചനത്തെ മുറുകെ പിടിക്കുന്നുവോ, വചനത്തെ ഏറ്റെടുക്കുന്നുവോ, അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടുകയാണ്. അതെ, ഇന്ന് പകൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങളെ രക്ഷിക്കും. നിങ്ങളെ രക്ഷിക്കും എന്ന് മാത്രമല്ല, നിങ്ങളൊരു അത്ഭുത വിഷയമാക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.